എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് വൈദ്യുതി കണക്ഷൻ ഉള്ളവരും പാചകവാതകം ഉപയോഗിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 2 അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. സംസ്ഥാനത്ത് ഔദ്യോഗികമായി പവർ കട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ PNG ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ള ആളുകൾ LPG കണക്ഷൻ റദ്ദ് ചെയ്യുകയും സിലിണ്ടറുകൾ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യേണ്ടി വരും. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത്. ആദ്യം KSEBയുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടന്ന ഇലക്ഷനിൽ ഏറ്റവും വലിയ പ്രചാരണമായിരുന്നു കറണ്ട് കട്ടില്ലാത്ത 10 വർഷം എന്നുള്ളത്. ഇത് വലിയ ക്യാമ്പയിനായി കൊണ്ട് തന്നെ നടപ്പിലാക്കി. എന്നാൽ ഈ ഒരു വേനൽ കടുത്തതോടുകൂടി സംസ്ഥാനത്ത് അപ്രഖ്യാപിത കറണ്ട് കട്ടുകൾ കുറച്ച് ദിവസങ്ങളായി തുടങ്ങിയിട്ട് ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് KSEB ഔദ്യോഗികമായി ഇപ്പോൾ കട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ കറണ്ട് കട്ട് ലോഡ് ഷെഡിംഗ് എന്നല്ല ഉപയോഗിക്കുക, പീക്ക് ലോഡ് മാനേജ്മെൻറ്റ് എന്നായിരിക്കും ഇതിന് പറയുക. 15 മുതൽ അരമണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന കട്ടുകളാണ് ഉണ്ടാകുക. ഒരു രാത്രി പീക്ക് സമയത്ത്, അതായത് നേരം വെളുക്കുന്നതിന് മുമ്പ് പല തവണകൾ ഇങ്ങനെ കട്ടായി പോകുന്നതാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകും എന്നുള്ളതാണ് വിവരം. എല്ലാ ആളുകളും മനസ്സിലാക്കുക, കറണ്ട് കട്ടിൻ്റെയും ലോഡ് ഷെഡിങ്ങിൻ്റെയും പുതിയ പേരാണ് പീക്ക് ലോഡ് മാനേജ്മെൻറ്റ് എന്ന്. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് ഒരു മുൻധാരണം ഇല്ലാതെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കട്ട് എങ്കിൽ ഇന്നു മുതൽ മൊബൈലിലേക്ക് SMS എത്തിത്തുടങ്ങും. KSEBയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കാണ് SMS എത്തുക. അങ്ങനെയുള്ള നമ്പർ നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ KSEBയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാവുന്നതാണ്. ഇല്ല എങ്കിൽ wss.kseb.in/self-service/register mobile എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് SMS ലഭിക്കേണ്ട മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാവുന്നതാണ്. സാങ്കേതിക തകരാറുകൾ കാരണം 1912 എന്ന KSEBയുടെ ടോൾ ഫ്രീ നമ്പർ ചില സമയങ്ങളിൽ പ്രവർത്തിക്കുന്നില്ല എന്നും ഇതിന് പകരമായി 9496001912 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശങ്ങളിലൂടെ പരാതികൾ അറിയിക്കണമെന്നും KSEB അറിയിച്ചു. ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾക്കുള്ള അറിയിപ്പാണ് ഇനി. വീടുകളിൽ പൈപ്പ് ലൈൻ വഴി പ്രകൃതി വാതക കണക്ഷൻ, അതായത് PNG ലഭ്യമായ ഗുണഭോക്താക്കൾ തങ്ങളുടെ കൈവശമുള്ള LPG കണക്ഷനുകൾ ഉടൻ തിരിച്ചേൽപ്പിക്കണമെന്ന് സിവിൽ സപ്ലൈസ് കമ്മീഷണറുടെ കർശന നിർദ്ദേശം വന്നു. 15 ദിവസത്തിനകം സിലിണ്ടറുകൾ സറണ്ടർ ചെയ്യണം. PNG ഗുണഭോക്താക്കൾ പുതിയ LPG കണക്ഷനുകൾ എടുക്കാനോ നിലവിലുള്ള സിലിണ്ടറുകൾ റീഫില്ല് ചെയ്യാനോ പാടില്ല എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് രാജ്യവ്യാപകമായി LPG വിതരണത്തിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇരട്ട കണക്ഷനുകൾ ഒഴിവാക്കി അർഹമായവരിലേക്ക് പാചകവാതകം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നത്. സറണ്ടർ ചെയ്യേണ്ടത് ഇനി പറയുന്ന രൂപത്തിലാണ്. LPG കണക്ഷൻ സറണ്ടർ ചെയ്യുന്നതിനായി mypng.in എന്ന വെബ്സൈറ്റ് പോർട്ടൽ ഉപയോഗിക്കാം. അല്ല എങ്കിൽ അതാത് ഗ്യാസ് ഏജൻസികളിലെത്തിയും കണക്ഷനുകൾ ഒഴിയാം എന്നും സിവിൽ സപ്ലൈസ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. പ്രദേശത്ത് PNG കണക്ഷൻ സൗകര്യം ഉള്ള ആളുകൾ 3 മാസത്തിനകം അതിലേക്ക് മാറുകയും വേണം. മറ്റൊരു കാര്യമാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്ക് ബൈ.